بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين ما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير وللذين كفروا بربهم عذاب جهنم وبئس المصير إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, തബാറക സൂറത്തിലെ 5-ാമത്തെ ആയത്ത് കഴിഞ്ഞ ദിവസം നാം അർത്ഥം വച്ച് അതിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഉണർത്തിയിരുന്നു. അള്ളാഹുവിൻ്റെ അപാരമായ ഖുദ്റത്ത് അത് പഠിപ്പിക്കുകയാണല്ലോ തബാറക സൂറത്ത്. അതിന് പ്രധാനമായും ആകാശലോകത്തുള്ള അത്ഭുതങ്ങളെയാണ് അള്ളാഹു ആദ്യം പഠിപ്പിച്ചത്. മരണവും മരണാനന്തര ജീവിതവും, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, അത് സൃഷ്ടിച്ച് സംവിധാനിച്ചവൻ അവനാണ്. അവൻ്റെ വലിയ അനിർവചനീയമായ കഴിവാണ്. ആർക്കും മനസ്സിലാക്കിയാൽ അതിൻ്റെ ചെറിയൊരു അറ്റം പോലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഖുദ്റത്തിൻ്റെ അടയാളമാണ്, വലിയ ദൃഷ്ടാന്തമാണ് ആകാശം. ആ ആകാശത്തെ അള്ളാഹു അലങ്കരിച്ച് സൗന്ദര്യപ്പെടുത്തിയതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നാം പറഞ്ഞിരുന്നു. ആകാശത്തിൽ അല്ലാഹു തആല വിളക്കുകൾ നൽകി ഭംഗിയാക്കി. അതിൻ്റെ ഒരു ലക്ഷ്യം ആ വിളക്കുകൾ ജനങ്ങൾക്ക് വഴികാട്ടികളാകാനാണ്. നക്ഷത്രങ്ങൾ ഉപയോഗപ്പെടുത്തി എന്നും ദിശ അറിയുക എന്നുള്ളത് അള്ളാഹു വെച്ച വലിയൊരു സംവിധാനമാണ്. വെളിച്ചം കണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തുക. മറ്റൊന്നുള്ളത് വജഅൽനാഹാ റുജൂമൻ ലിശയാത്തീൻ, പിശാചുക്കളെ എറിയാൻ വേണ്ടിയാണ് അല്ലാഹു തആല ആ മസ്വാബീഹിനെ, ആ വിളക്കുകളെ അള്ളാഹു വെച്ചത്. നക്ഷത്രങ്ങളെ, നക്ഷത്രം കൊണ്ട് ഏറ് കിട്ടുകയാണെങ്കിൽ പിന്നെ മുന്നോട്ട് ചലിക്കാനോ നീങ്ങാനോ ഒന്നും കഴിയില്ല. അപ്പം നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു സന്ദർഭം കൂടുതൽ പേടിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. നക്ഷത്രങ്ങളുടെ ഏറ്, ആ ഏറ് കിട്ടിയതും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ പറഞ്ഞു. അവിടെ ഒരു വിഷയം പറയാനുണ്ട്, ശേഷമുള്ള ആയത്ത് ഓതാനുള്ളത് കൊണ്ട് ഞാനത് സൂചിപ്പിക്കാനാണെന്നത് ഓതിയത്. എന്തിനാണ് അല്ലാഹു തആല ആകാശത്തെ ഒരുപാട് വിളക്കുകൾ കൊടുത്ത് നമുക്ക് വെളിച്ചമാക്കി തന്നത്? മുഅ്മിനീങ്ങളായ നമുക്കതിൽ വലിയൊരു പാഠമുണ്ട്. ആകാശത്തെ ഈ വിധം വിളക്കുകൾ നൽകി അല്ലാഹു തആല പ്രകാശിപ്പിച്ചത് ഭൂമിയിൽ അല്ലാഹുവിൻ്റെ മാർഗത്തിലായി കഴിവിൻ്റെ പരമാവധി പ്രകാശങ്ങൾ പരത്താൻ നമുക്ക് കഴിയണം. അത് പഠിപ്പിക്കാനാണ്. അവിടെയാണ് ഖുർആൻ പണ്ഡിതന്മാർ പറയുന്നത്, ആകാശലോകത്ത് അല്ലാഹു തആല വിളക്കുകൾ വെച്ച് പ്രകാശിപ്പിച്ചതിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നു, ഫൽ യജ്അലിൽ ഇബാദു അൽ മസ്വാബീഹ
വൽ ഖനാദീല സീനത്ത സുഖൂഫിൽ മസാജിദി വൽ ജവാമിഇ. എന്നാ ഭൂമിയിലുള്ള ആളുകൾ ജുമുഅത്ത് പള്ളികളും നിസ്കാരപ്പള്ളികളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളൊക്കെ അലങ്കരിക്കണം. ആവശ്യമായ സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ, വിളക്കുകൾ നൽകണം. അത് നമ്മളോടാരും പറഞ്ഞിട്ട് വേണമെന്നില്ല. ഒരു വിളക്ക് എവിടെങ്കിലും കത്താൻ പോരായ്മയുണ്ടെങ്കിൽ കണ്ടറിഞ്ഞ് നമ്മളത് ചെയ്യാം, നല്ല ഉദ്ദേശത്തോടു കൂടെ. ആരും പ്രത്യേകം പറഞ്ഞോണമെന്നില്ല, പറഞ്ഞിട്ട് ചെയ്താലും ഫലം കിട്ടും. നല്ല ലക്ഷ്യത്തോടെ നമ്മൾ ചെയ്യാം. ഒരു വിളക്ക് ഒരാൾ കത്തിച്ച് ആ വിളക്ക് കാരണം ഏതെങ്കിലും ഒരാൾക്ക് ഒരു ഖൈറിന് ഭാഗ്യം ലഭിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സംഗതിയായി മാറും. അള്ളാഹു ആകാശലോകത്ത് മസാബീഹി വെച്ച് ഒരുപാട് ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ, നമുക്കൊന്നും ആർക്കും എണ്ണിയാൽ പിടുത്തം കിട്ടാത്തത്രയും, അത് വെച്ചതിൻ്റെ പിന്നിൽ ഭൂമിയിൽ ജീവിക്കുന്ന അടിമകളായ നമുക്കുള്ള ഒരു നിർദ്ദേശമുണ്ട്. ഭൂമിയിൽ നമ്മൾ സൗന്ദര്യപ്പെടുത്തണം. എന്താണത്? പള്ളി. അപ്പം ചിലർ ചോദിക്കും, ഉസ്താദെ പള്ളിയിൽ ഒരു ബൾബ് പോരെ, എന്തിനാ കുറേ ബൾബ്? അതാണ് ഇവിടെ തൊട്ടടുത്ത തഫ്സീറിൽ ഞാൻ വായിച്ചതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്, വലാ സറഫ ഫിൽ ഖൈരി, നന്മയിൽ അമിതം എന്ന് പറയുന്ന ഒന്നില്ല. ഇപ്പം നിങ്ങൾ നോക്ക്, ഇവിടെ ഇപ്പോൾ ബൾബ് കഴിവിൻ്റെ പരമാവധി കുറവാണ്. ഇവിടെ മൂന്ന് തൂണിന് 3 ഫിൽറ്ററിന് കണക്കാക്കി 3 ഒതുക്കിയിട്ടുണ്ട്. പള്ളികളിൽ 4, 5, 10 ഉണ്ടാവും. അത് അമിതമല്ല എന്നാണ് നമുക്ക് തോന്നുന്നു. എന്തിനാ ഇതൊക്കെ എടുത്തിയതിന് പുരക്കാർക്ക് സംഭാവന ചെയ്തൂടെ? അല്ലല്ല. ആകാശലോകത്ത് നക്ഷത്രങ്ങൾ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ ആർക്കെങ്കിലും അമിതം തോന്നാറുണ്ടോ? എന്തിനാ ഇപ്പോൾ 2 പോരെ? അടുത്തടുത്തിൽ എത്ര നക്ഷത്രങ്ങളാണ്? ഒരുപാടില്ലേ? കുറച്ച് ചുരുക്കിയുടെ. അല്ലാഹു തആല അത് വെച്ചതൊരു ഖൈറിനാണെങ്കിൽ ഇവിടെ വെക്കുന്ന ഈ ഖൈറിനുള്ളിൽ അമിതല്ല. എന്നപ്പോൾ പുതിയ ഫാൻ ഇറങ്ങണല്ലോ, ഇവിടെ ആകെ 1 മതിയാവും ആ ഫാന് അല്ലേ? എത്ര ലക്ഷത്തിൻ്റെ? 4 ലക്ഷം 8 ലക്ഷം. അതുകൂടെ 1 വേണ്ടിയില്ല, അതിൻ്റെ അര മതിയാവും. ഒന്നായിട്ട് കറങ്ങിയാൽ ചിലപ്പോൾ ആൾക്കാർ നന്നായിട്ട് പാറിപ്പോകുമെന്ന് അറിയില്ല, അത്രയും വലിയ ഫാനാണ്. പക്ഷെ ഈ ഫാനും അതുപോലെ തന്നെ ഈ ബൾബും ഇതൊക്കെ പള്ളികളിലും മറ്റും നൽകി അലങ്കരിക്കുന്നത് തബാറക സൂറത്തിൽ പറഞ്ഞ ഈ ആയത്തിൻ്റെ പിന്നിൽ നമ്മൾ പഠിക്കേണ്ട ഒരു ഗുണപാഠമാണ്. എന്നിട്ട് അവിടെ കൊണ്ടുവരുന്ന ഒരു അസർ കാണാം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തൊക്കെ പള്ളിയിലേക്ക് വരുമ്പോൾ മഗ്രിബിനും ഇശായിനും, മഗ്രിബിന് ചില സമയത്ത് കത്തിക്കൂല, കാരണം ചെറിയൊരു വെളിച്ചം ഉണ്ടാവുമല്ലോ ഇങ്ങനെ ആൾക്കാരെ കണ്ടാൽ. ഇശായിനാകുമ്പോൾ ചൂട്ട് കത്തിച്ച് വരും, വേറെ മാർഗമല്ലല്ലോ, ചൂട്ട് കത്തിക്കും. ഈ കത്തിച്ച് വരുന്ന ചൂട്ട് പള്ളീൻ്റെ ചുറ്റുഭാഗത്തുള്ള ചുമരിൽ ചെറിയ ചെറിയ പഴുതുകൾ ഉണ്ടാക്കി അതിൽ തിരികെ വെക്കും. അപ്പം അതങ്ങനെ കത്തിക്കോളും, കാറ്റിനോ മറ്റങ്ങനെ കത്തിക്കോളും, കെട്ടാ കെടും ചെയ്യും. അപ്പം ചെറിയൊരു വെളിച്ചം ഉണ്ടാവുള്ളൂ, വലിയ വെളിച്ചമൊന്നും ഉണ്ടാവില്ല. ഇപ്പം 2, 3, 4 ഭാഗത്ത് ചെറിയ ചൂട്ട് കത്തിച്ച് വെച്ചാലുള്ള വെളിച്ചം ഉണ്ടാവുള്ളൂ. ആ വെളിച്ചത്തിലാണ് അവർ നിസ്കരിക്കുന്നതും അതുപോലെ തന്നെ ഖുർആൻ ഓതുന്നതും മറ്റു കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതും ഒക്കെ, ഇൽമു പഠിക്കുന്നത് വരെ. അസ്ഹാബു സുഫത്തിൽ ഇൽമു പഠിക്കുന്നതൊക്കെ അങ്ങനെയല്ലേ? പഴയ കാലത്ത് പതൊക്കെ മതിയായിരുന്നു എന്ന് പറഞ്ഞ ആൾക്കാർ, അത് ശരിയാണ്. എന്നാൽ പുതിയ കാലത്തുള്ളത് കൊണ്ട് പുതിയത് മതിയാക്കണം. അപ്പോൾ ആ ചൂട്ട് കത്തിച്ച സന്ദർഭം, അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഒരു സ്ഥലത്ത് എണ്ണവിളക്ക് വിൽക്കുന്നത് കണ്ടു. എണ്ണ ഒഴിച്ചിട്ട് തിരി കത്തിക്കുന്ന വിളക്ക്. അത് കണ്ടപ്പോൾ തോന്നി കുറച്ച് വാങ്ങിയാൽ തിരക്കടില്ല. സംഗതി വിളക്ക് കത്തിക്കുന്നതിൻ്റെ മഹത്വമൊക്കെ അവരൊരുപാട് പഠിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിട്ട്. തങ്ങൾ വാങ്ങാൻ പറഞ്ഞയച്ചതോ, ഞാൻ പറഞ്ഞ കണ്ടറിഞ്ഞ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ പറഞ്ഞയച്ചതോ കാശ് കൊടുത്ത് വിട്ടയച്ചതോ ഒന്നുമല്ല. നമ്മളിങ്ങനെ പള്ളിയിൽ വന്ന് നോക്കുമ്പോൾ ഒരു ബൾബ് കത്തുന്നില്ല, ബൾബ് കത്തില്ല, കമ്മിറ്റിക്കാരവിടെ എന്ന് പറയാൻ നിൽക്കണ്ട. നമ്മൾ ആ ബൾബ് അങ്ങോട്ട് മാറ്റിയാൽ മതി. നമ്മളെ നിയ്യത്ത് കൊണ്ട്, നല്ല നിയ്യത്ത് കൊണ്ട് നമ്മൾ കിടക്കുന്ന ഖബറിൽ ഒരു വെളിച്ചം കിട്ടാൻ, മരണപ്പെട്ടു പോയ ബാപ്പാൻ്റെ ഉമ്മാൻ്റെ ഖബറിൽ ഒരു വെളിച്ചം കിട്ടാൻ ഒരു ബൾബ്. അതിന് പുറത്താണെങ്കിലും
പുറത്താണെങ്കിലും ഒരുപാട് ഉപകാരമുണ്ടല്ലോ, വരുന്ന ആളുകൾക്കും പോകുന്ന ആളുകൾക്കൊക്കെ വെളിച്ചം കാണിക്കല്ലേ. ഇനി പോകട്ടെ സഹോദരങ്ങളെ, ഒരു പിന്നെ റോഡ് സൈഡിലൊക്കെ ഉള്ള ആ പോസ്റ്റിലുള്ള സ്ട്രീറ്റ് ലൈറ്റ് ആണെങ്കിലും അതിനുണ്ട് വലിയ ഫലം. അത് ജനങ്ങൾക്ക് വഴി കാണിക്കാനുള്ള വലിയൊരു ഉപകാരമാണ്. അപ്പോൾ ഒന്ന് ഫീസായിപ്പോയി. എത്രയോ ആളുകൾക്ക് അതുകൊണ്ട് നേട്ടമുണ്ടായിരുന്നു. അങ്ങനെ ഒരു വഴി കാണാൻ വലിയൊരു സഹായമാണത്. കുറേ ആളുകൾക്ക്, അതിലൂടെ പോകുന്ന ഒരുപാട് ആളുകൾക്ക്. അപ്പം നമ്മളതൊന്ന് ചേഞ്ച് ചെയ്തു കൊടുത്തു. എത്ര വലിയ ഫലാന്നറിയങ്ങൾ, എത്ര വലിയ നേട്ടാന്നറിയും. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു എണ്ണ ഒഴിച്ച് കത്തിക്കുന്ന വിളക്ക് കണ്ടപ്പോൾ മഹാനവറുകൾ അത് വാങ്ങി അത് കെട്ടാൻ കുറെ കയറൊക്കെ അല്ല, അന്ന് പോയി ഫിറ്റിങ്സ് ഒന്നും ഇല്ലല്ലോ, കയറുകൊണ്ട് കെട്ടിയിരുന്നോ. പിന്നെ അതിലൊഴിക്കാനുള്ള എണ്ണയും ഈ വിളക്കും വാങ്ങി ആ തൂണിൽ, മദീനത്തെ പള്ളിയിൽ അന്നത്തെ തൂണ് മരത്തിൻ്റെ തൂണാണ്, പിന്നെ അത് മണ്ണിൻ്റെ തൂണായി മാറുന്നു. മരത്തിൻ്റെ തൂണാണ് ഇങ്ങനെയുള്ള ഈ നമ്മൾ സാധാരണ മസ്ജിദുൻ നബവിയിലെ തൂണെന്ന് പറഞ്ഞ റൗലൻ്റെ തൂണാണ്. അതിൽ കെട്ടിയിട്ടു, വിളക്ക് കെട്ടിയിട്ട് തിരി കൊടുത്തിട്ട് എണ്ണ ഒഴിച്ച് അതിങ്ങനെ കത്തിച്ച്. സുബ്ഹാനല്ലാഹ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശായിന് വന്നപ്പോൾ ഈ വിളക്ക് കത്തുന്നത് കണ്ട് തങ്ങൾ വല്ലാതെ സന്തോഷിച്ചു. സ്വഹാബത്ത് അവിടുത്തെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്, തങ്ങളെ മുഖത്ത് കാണുന്ന ആ സന്തോഷം. ഈ വിളക്ക് പള്ളിയുടെ ഉള്ളിൽ തങ്ങൾ കാശ് കൊടുത്ത് പറഞ്ഞയക്കാതെ ഒരു സ്വഹാബി വര്യൻ ചെയ്ത ഈ സുന്ദരമായ കർമ്മം നോക്കിയിട്ട് തങ്ങൾ വല്ലാതെ സന്തോഷിച്ചിട്ട് തങ്ങൾ പറഞ്ഞു, നവ്വർത മസ്ജിദന, നമ്മളെ പള്ളി നിങ്ങൾ പ്രകാശിപ്പിച്ചല്ലോ, നവ്വറല്ലാഹു അലൈക്, അള്ളാഹു നിങ്ങൾക്ക് നൂറ് തരട്ടെ. നിങ്ങളെ കൽബിലും നിങ്ങളെ ജീവിതത്തിലും നിങ്ങളെ ഖബറിലും എല്ലാ സംഗതിയിലും അള്ളാഹു നിങ്ങൾക്ക് പ്രഭ തരട്ടെ, വെളിച്ചം തരട്ടെ. കാരണം വാനലോകത്ത് മസ്വാബീഹി കത്തിച്ച്, വിളക്ക് കത്തിച്ച് അള്ളാഹു നമുക്ക് മാർഗം കാണിച്ചു തന്നത് അതിലൊരു പാഠം കൂടിയുണ്ട്. ഭൂമിയിൽ വിളക്ക് കത്തിക്കേണ്ട നന്മകളിൽ നിങ്ങളൊക്കെ കത്തിക്കണം. അതിൽ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് മസ്ജിദും മദർസകളും സ്ഥാപനങ്ങളും, അതുപോലെ പൊതുജനങ്ങൾക്ക് ഉപകരിക്കാവുന്ന എല്ലാ വിഷയങ്ങളും. അങ്ങനെ ഈ വിളക്ക് കത്തിച്ച സന്തോഷം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആളെ ചോദിച്ചപ്പോൾ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു വന്നിട്ട് സംഭവം പറഞ്ഞു, നബിയെ ഞാനൊരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഒരിടത്ത് വിളക്ക് കത്തിക്കുന്നത് കണ്ടിട്ട് വിളക്ക് ഞാൻ വാങ്ങിയതാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷം കൊണ്ട് പറഞ്ഞു, ലൗ കാന ലീ ഇബ്നത്തുൻ ലഅൻകഹ്തുകഹാ, എനിക്ക് കെട്ടിക്കാത്തൊരു മോളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കെട്ടിച്ചുതരായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, പള്ളിക്ക് ചെയ്ത ഹിദ്മത്തിന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാണിച്ച വില എത്ര വലിയ വിലയാണ്. ആ കെട്ടിച്ചേരുന്ന നമ്മളാരും കെട്ടിക്കും പോലെ അല്ലത്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ നിക്കാഹിനെ പറ്റി ഒന്ന് സുദീർഘമായ ഹദീസ് കാണാം, ഞാനത് പറഞ്ഞ ഇവിടെ എത്തൂല. ആ ഹദീസിൽ കാണാം, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ആദ്യം വിവാഹാലോചന നടത്തിയത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖളാ വന്നിട്ടില്ല, തീരുമാനം വന്നിട്ടില്ല, വന്നാൽ റെഡി. ഉമർ റളിയല്ലാഹു അൻഹു പോയി. അപ്പോൾ ഈ ഖിതാബ് കഴിഞ്ഞ് വിവാഹാലോചന കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അൻസാറുകൾ ചോദിക്കുന്നുണ്ട്, എന്താ മറുപടി കിട്ടിയത്? മറുപടി കിട്ടിയത് ഇങ്ങനെ തീരുമാനം വന്നിട്ടില്ല എന്ന് തന്നെ. ഉമർ റളിയല്ലാഹു അൻഹു പോയി വരുമ്പോഴും ചോദിച്ചു, എന്താ മറുപടി കിട്ടിയത്? തീരുമാനം വന്നിട്ടില്ല, നിശ്ചയമൊന്നും വന്നിട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പോയി വരുമ്പോഴും മറുപടി അങ്ങനെ തന്നെ. പക്ഷേ അപ്പോൾ എല്ലാവരും കൂടി അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഒരു പക്ഷേ നിങ്ങൾക്കായിരിക്കും ചാൻസ്. അലി റളിയല്ലാഹു അൻഹു, എനിക്കോ നയാ പൈസക്ക് വകല്ലാതെ എനിക്കോ മഹർ കൊടുക്കാനെങ്കിൽ എന്തെങ്കിലും വകുപ്പാണ്, നിങ്ങൾ എന്തായി കരുതുന്നത്? അൻസാറുകൾ പറഞ്ഞു, അല്ല, നിങ്ങളൊന്ന് പോയി നോക്കൂ, നിങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നു മറുപടി, അങ്ങനെ നമുക്ക് തീരുമാനിക്കാം. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വരുമ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വഹി വന്നിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിന് കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി. അലി റളിയല്ലാഹു അൻഹു കയറിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കണ്ട മാത്രമേ സംസാരിക്കാനൊരു ഖൗഫ് തോന്നി. അതിനൊരു ഹൈബത്തിൻ്റെ പേടി എന്നാ പറയാം. അത് എന്തെങ്കിലും ശിക്ഷിക്കുന്നു കരുതിയിട്ടുള്ള പേടിയല്ല, ബഹുമാനത്തിൻ്റെ പേടിയാണ്. അപ്പം മകൻ ഇങ്ങനെ വരുമ്പോൾ വാപ്പ വല്യാപ്പ ഇങ്ങനെ പൂമുഖത്തിരിക്കുന്നു, എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടി വരിക. പക്ഷെ ആ രൂപം കണ്ടിട്ട് ഇപ്പോൾ അത് പറഞ്ഞത് ശരിയില്ല. ഇപ്പോൾ ഒന്നുകിൽ എന്തോ ഒരു ഗൗരവത്തിലാണ്, അല്ലെങ്കിൽ എന്തോ ഒരു ചിന്തയില്ല, കുറച്ചാണ് കഴിഞ്ഞോട്ടെ. ഇപ്പം എങ്ങനെയാണ് പ്രതികരണം എന്നറിയില്ല.
അന്നലക്കൊരു ഹൗഫ് കൊണ്ടുള്ള ഒരു ബഹുമാനം കൊണ്ടൊരു പേടിയുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടിയില്ല, അങ്ങനെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തിനാ വന്നതെന്ന് വെച്ചു. അപ്പോഴും ഇത് പറയണോ? ഇത് പറഞ്ഞിട്ട് എനിക്ക് വല്ലതും കിട്ടുമോ? കാരണം ഞാൻ അതിന് യോഗ്യനും അർഹനൊന്നും അല്ലല്ലോ. ഇതൊക്കെ ചിന്തിച്ച് അവസാനം പറഞ്ഞു, എല്ലാവരും കൂടി എന്നെ പറഞ്ഞയച്ചപ്പോൾ, എന്നെ സ്വീകരിച്ച് എന്നെ ഉന്തി വിട്ടപ്പോൾ ഞാൻ വന്നതാണ്. എനിക്കങ്ങനെ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയുമില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹാലോചന നടത്താൻ വേണ്ടി വന്നതാണോ? അതെ. മർഹബൻ അഹ്ലൻ വസഹ്ല. ഈ പ്രതികരിച്ച് തിരിച്ചു പോകുമ്പോൾ അൻസാറുകൾ ചോദിച്ചു, എന്തേ പറഞ്ഞത്? മർഹബൻ അഹ്ലൻ വസഹ്ല, എന്നാ നിങ്ങൾക്ക് റെഡിയാണ്. അവർ പറഞ്ഞു, നിങ്ങൾക്കത് പാസ്സായി കഴിഞ്ഞു. കാരണം നേരത്തെ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുവയോട് ഈ പ്രതികരണമല്ല പ്രതികരിച്ചത്, അല്ലാഹ് റെഡി ആയിട്ടില്ല, വിധി വന്നിട്ടില്ല എന്നാണ്. നിങ്ങൾക്ക് അഹ്ലൻ വസഹ്ല എന്നുള്ള സ്വാഗതത്തിന്റെ സന്തോഷത്തിന്റെ മറുപടി കിട്ടിയെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെയാണ്. അപ്പോഴും അലി റളിയല്ലാഹു അൻഹു, എനിക്കോ? ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു പോലുമില്ല, കാരണം എനിക്കതിനുള്ള കഴിവും പ്രാപ്തിയും ഒന്നുമില്ലാത്ത ആളല്ലേ. പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഗണിച്ചത് അള്ളാഹുവിൻ്റെ തീരുമാനമായിരുന്നു. ആ തീരുമാനം പരിഗണിച്ച് തങ്ങൾ സന്തോഷപൂർവ്വം കല്യാണം കഴിച്ചു കൊടുത്തു. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ച് അലി റളിയല്ലാഹുവിൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഭാഗ്യങ്ങളും ബർക്കത്തും ചെറുതല്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവോട് എനിക്കൊരു മകളുണ്ടെങ്കിൽ അതൊക്കെ വളരെയധികം നിശ്ചയിച്ച് കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ്. ചെറിയ ഭാഗ്യം കണക്കാക്കാൻ പറ്റൂല. എനിക്കൊരു മകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് ചെയ്തു വരുമായിരുന്നു. അപ്പോൾ വേറെ സഹാബി എന്ന് പറഞ്ഞാൽ, എനിക്കൊരു മോളുണ്ട്, എന്നാ കെട്ടിച്ചു കൊടുക്കാം. തങ്ങൾക്ക് ഏതായാലും കല്യാണം കഴിച്ചു കൊടുക്കാൻ മകളില്ലല്ലോ, എനിക്കൊരു മോളുണ്ട്, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. നിങ്ങളെ മകളെ ഈ ഒരു സന്തോഷത്തിൻ്റെ പേരിൽ, പള്ളിയിൽ വിളക്ക് കത്തിച്ചു എന്നുള്ള സന്തോഷത്തിൻ്റെ പേരിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ചെറിയ സ്ഥാനമല്ല, വലിയ സ്ഥാനമാണ്. ഇന്നും പള്ളിക്കുള്ള ഒരു പരിപാലനം അതാണ്. മറ്റൊരു പരിപാലനം പള്ളിയിലേക്ക് നമ്മുടെ ശരീരം സജീവമാക്കി തപസ്സിരുത്താനുള്ള കഴിവാണ്. പള്ളി അങ്ങനെ പരിപാലിച്ചത് കൊണ്ട് പ്രാർത്ഥന കിട്ടിയ മഹാനാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതും പള്ളിക്കുള്ള നൂറാണ്. പള്ളിക്കുള്ള നൂറാണ് നമ്മുടെ സാന്നിധ്യം പള്ളിയിൽ ഉണ്ടാവുക എന്നുള്ളത്. പുരുഷന്മാരുടെ, സ്ത്രീകളുടെ അല്ല, പുരുഷന്മാരുടെ സാന്നിധ്യം പള്ളിയിലുണ്ട്. സ്ത്രീകൾക്ക് അവിടെ ഒരു ഡ്യൂട്ടി ഉണ്ട്, പ്രചോദിപ്പിച്ചവരെ പറഞ്ഞേക്കുക. അത് സഹോദരിമാർ ചെയ്യേണ്ട വലിയൊരു ഡ്യൂട്ടിയാണ്, ഉത്തരവാദിത്തമാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ബറക്കത്തിന് ദുആ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഉമ്മമാർ പ്രചോദനം നൽകിയിട്ട് മക്കളെയും അതുപോലെ തന്നെ ഭർത്താക്കന്മാരെയും സഹോദരന്മാരെയും പള്ളിയിലേക്ക് പറഞ്ഞയക്കുന്നവർക്ക് നിബിധങ്ങൾ ബറക്കത്തിന് ദുആയിരുന്നിട്ടുണ്ട്. അത് ചെറിയൊരു ദുആ. അപ്പൊ അവരും ഈ വിഷയത്തിൽ സംബന്ധിക്കണം. എന്തേ പെങ്ങൾ പോന്നേ, അത് നിങ്ങൾ കേൾക്കണം. പെണ്ണുങ്ങൾ 4:30 നീച്ചു. അൽഹംദുലില്ലാ, നല്ല പെണ്ണാണ്. അപ്പോൾ നല്ല പെണ്ണാണ് നമ്മൾ ദ്വാരം നോക്കും, മറ്റാളിങ്ങനെ നോക്കും, ഓ ഇയാളും ആ പക്ഷെ തന്നെയാണല്ലോ. 4:30 ഓള് നീച്ചാൽ പിന്നെ ഓളിങ്ങനെ തുടങ്ങും. വാങ്ങ് കൊടുത്ത 1 മിനിറ്റ് ഇറങ്ങാൻ പറ്റില്ല. അൽഹംദുലില്ലാ, നല്ല പെണ്ണാണ് നിങ്ങളെ പെണ്ണ്, നല്ല ഭാര്യ നിങ്ങളെ ഭാര്യ. വാങ്ങ് കൊടുത്താ പിന്നെ നീച്ചില്ലേ, എന്താ വാങ്ങ് കൊടുത്ത്, ഒരു 5 മിനിറ്റ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നെ എണീപ്പിക്കും. എല്ലാവരും എണീപ്പിക്കാൻ കഴിയൂലട്ടോ. ചില മഹാന്മാരുണ്ട്, അവരെ എണീപ്പിക്കാനൊരു നിലക്കും കഴിയൂല. അവരെ എഴുന്നേൽപ്പിക്കണമെങ്കിൽ അതിനേക്കാളും പരിശീലനം കിട്ടിയ ആൾ വരണം. കാരണം പേടിച്ചു അവരാ ഒച്ചയും ആ കുറുമ്പൊക്കെ കണ്ടിട്ട് അറുക്കാൻ പിടിച്ച മൂരിൻ്റെ മാതിരിയായിരിക്കും. അഞ്ചാതി കുറുമ്പും കുശുമ്പും കണ്ട് പൊട്ടിത്തെറിക്കലാണ് ചില ആൾക്കാരുടെ സമയത്ത്. അപ്പോൾ പ്രചോദനം നൽകിയിട്ട് പതുക്കെ ഇങ്ങനെ പിടിച്ച് പള്ളിക്കൊക്കെ പൊയ്ക്കോളി, എന്നാൽ ഒരു സന്തോഷമല്ലേ രാവിലെ തന്നെ. നിങ്ങളെ കാണുമ്പോഴും ആൾക്കാർക്ക് സന്തോഷമാണ്. പള്ളി കാണുമ്പോൾ, നിങ്ങളെ പള്ളി ആദ്യം കാണുമ്പോൾ പള്ളിക്ക് എന്തൊരു സന്തോഷമാണ്. ഇങ്ങനെയൊക്കെ കൂടി പറഞ്ഞേപ്പിച്ചു. അങ്ങനെ ഇതിങ്ങനെ ഏകദേശം ഇങ്ങോട്ട് ഇത് ഒരു മൂവായി എന്ന് കണ്ടപ്പോഴേക്ക് അൽഹംദുലില്ലാ, കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ഞാൻ ഈ മേഖലയിലേക്ക് പ്രവേശിക്കാൻ പ്രചോദനമായി എന്നെ പ്രചോദിപ്പിച്ചത് എൻ്റെ സൗജത്താണ്, എൻ്റെ ഇണയാണ്. അവൾ നല്ലവളാണ് എന്നതിൻ്റെ വലിയ ലക്ഷണമാണ് ഖൈറിൽ സഹകരിച്ച് മുന്നോട്ട് നിർത്തിയെന്നുള്ളത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ആയിഷ ബീവിയിൽ നിന്ന് കേട്ട ഒരു വാക്കിൽ വല്ലാത്ത സന്തോഷം വന്നൊരു വാക്കുണ്ട്.
സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, തങ്ങൾ 11 റക്അത്ത് വിത്ർ നിസ്കരിക്കും. ചിലപ്പോൾ അത് നീണ്ട നിസ്കാരമായിരിക്കും. വിത്ർ ഒറ്റയാകാൻ നേരത്ത് ആയിഷ റളിയല്ലാഹുവിനെ വിളിച്ചോണത്തു. തഹജ്ജുദും വിത്ർ നിസ്കരിക്കാനാണ്. ലാസ്റ്റ് കുറച്ച് ടൈം ഉണ്ടാവും, ഒരു 10, 20, 25 മിനിറ്റ് ഒക്കെ ഉണ്ടാവും. അതൊന്നുള്ള പതിവാണ്. ഒന്നിങ്ങനെ നീക്കാൻ പറഞ്ഞ് തട്ടിയിട്ട്, അത് ഇന്ന് തട്ടിയിട്ട് എന്ന് പറഞ്ഞാൽ കുറേ ദൂരത്തൊന്നല്ല, അപ്പുറത്ത് തന്നെ കിടക്കണ വിലങ്ങനെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ചിലപ്പോൾ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അവിടെ തന്നെ ഒരു ചെറിയ ഗ്യാപ്പിലല്ലേ നിസ്കരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ 10 റക്അത്ത് നിസ്കരിച്ചിട്ട് തങ്ങളൊന്നിങ്ങനെ കിടന്നു, പതുക്കെ ഒന്ന് വിശ്രമിക്കാൻ കിടന്നു. അപ്പോൾ ആയിഷ റളിയല്ലാഹുവിനെ നേരത്തെ എണീച്ചിന്. അപ്പോഴേ ആയിഷ റളിയല്ലാഹുവിനെ വന്നിട്ട് തൊട്ടിട്ട് ചോദിച്ചു, അല്ല ഒരു റക്അത്തോടെയും വിത്ർ നിസ്കരിക്കാല്ലേ? നിങ്ങളിപ്പം അങ്ങോട്ട് ഉറങ്ങിയാൽ പിന്നെ ആ റക്അത്ത് പോയി പോകൂലേ? ഈ വാക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വലിയ ഇഷ്ടമായി. നമ്മളാണെങ്കിൽ എന്താ പറയുക, ഇടങ്ങാൻ്റെ കൂട്ടി ഒന്ന് കടക്കാനും ആക്കൂല, ഉറങ്ങാനും ആക്കൂല. ജാതി ഒരു നിസ്കാരി ഭാഗത്തായിട്ട് ഇങ്ങനെ ഒന്ന് ഉറങ്ങട്ടെ മനുഷ്യന് സ്വസ്ഥായിട്ട്. ആയിഷ റളിയല്ലാഹുവിനെ ചോദിച്ച ആ ചോദ്യം തങ്ങൾക്ക് വലിയ ഇഷ്ടമായി. തനാമു ഖബലാൻ തൂത്തിറ, ഒരു റക്അത്തോടെ വിത്ർ നിസ്കരിക്കാല്ലേ നബിയെ? അതോടെ നിസ്കരിച്ചിട്ട് അങ്ങോട്ട് കിടക്കുകയാണെങ്കിൽ സന്തോഷമല്ലേ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഉറങ്ങാൻ കിടക്കല്ല. ഇനി ഉറങ്ങണം എന്ന നിയ്യത്തോടെ കിടന്നാലും എൻ്റെ ഉളൂ നിങ്ങളെ ഉളൂവും പോലെ അല്ലല്ലോ, മാറ്റണ്ടല്ലോ. ഞാനിവിടെ കിടന്നാലും ഇന്ന ഐനയ്യ തനാമാനി വല അനാമു കൽബി. നമ്മളും അങ്ങനെയെന്ന് പറയാൻ നിൽക്കണ്ട പലരും. എൻ്റെ 2 കണ്ണും ഉറങ്ങൂ, എൻ്റെ കൽബ് ഉറങ്ങൂല. അതുകൊണ്ട് എനിക്ക് ബുദ്ധിയുടെ വകതിരിവ് പോയി പോകുന്നൊരവസ്ഥ ഇല്ല. അത് കാരണം വുളൂ മുറിയുകയില്ല. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ടേയില്ല. തങ്ങൾ നിസ്കരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട്. പക്ഷെ ഈ ചോദ്യം ഉണ്ടല്ലോ, ഈ പ്രചോദിപ്പിച്ച ചോദ്യം, അത് തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായി. അങ്ങനെ അത് വേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത് പള്ളിയെപ്പറ്റി പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞതാണ്, പള്ളി അലങ്കരിക്കുക. തബാറക സൂറത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു ഗുണപാഠമാണത്. വലഖദ് സയ്യന്ന സമാ അദ്ദുനിയ. പിന്നെ ആ പള്ളി പരിഷ്കരിച്ചിട്ട് പിൽക്കാലത്ത് കൂടുതൽ ദുആ കിട്ടിയ മഹാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അത് തറാവീഹിന്റെ ഏകീകരണം കൊണ്ടാണ്. തറാവീഹിന്റെ ഏകീകരണം കൊണ്ട് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ നിർത്തി ഒരൊറ്റ ജമാഅത്തായി അങ്ങിങ്ങായി നിസ്കരിച്ചിരുന്ന ആൾക്കൂട്ടത്തെ ഏകീകരിച്ചപ്പോൾ സ്വഹാബത്തൊക്കെ ദുആ ചെയ്തു, നവ്വറല്ലാഹു ഖബ്റക യബ്നൽ ഖത്താബ്. ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ഉമർ തങ്ങളെ നിങ്ങളെ ഖബർ അല്ലാഹു തആല പ്രകാശിപ്പിക്കട്ടെ. നവ്വർത മസ്ജിദനാ ബിസ്വലാത്തി തറാവീഹ്. തറാവീഹ് നിസ്കാരം കൊണ്ട് നമ്മുടെ പള്ളി നിങ്ങൾ സൗന്ദര്യപ്പെടുത്തി പ്രകാശിപ്പിച്ചു. ഒരു ഇമാമിൻ്റെ കീഴിൽ നിസ്കാരം കാണുമ്പോൾ എന്തൊരു സൗന്ദര്യം ഉണ്ടാകും. ഇത് ഒരാൾ അവിടെ, മറ്റാൾ മറ്റേ തൂണിൻ്റെ അവിടെ ഇങ്ങനെ നിസ്കരിച്ചു പോയിരുന്ന പതിവ് അങ്ങനെയായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു തആല നൽകിയ കഴിവ് കൊണ്ടും ഇജ്തിഹാദ് കൊണ്ടും മഹാനവർകൾ ഏകീകരിച്ചു. സ്വഹാബത്തൊക്കെ ഏകകണ്ഠമായി സമ്മതിച്ചു, അംഗീകരിച്ചു. അന്നു മുതൽ ആ വിഷയം അങ്ങനെ നടന്നു പോരാനുള്ള കാരണമാരാ? ഉമർ റളിയല്ലാഹു അൻഹുവാണ്. നിങ്ങൾ നോക്ക്, അത് ചെറിയൊരു പുണ്യൊന്നുമല്ല. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിനാണ് ഈ വിളക്കിന്റെ എല്ലാം ഒരു ഫലം. കാരണം മദീനത്തെ പള്ളിയിൽ ആദ്യമായി വിളക്ക് കത്തിച്ചത് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവാണ്. അതേ വിളക്ക് തന്നെയല്ലേ പൊന്നാനി പള്ളിയിലും കത്തിച്ചിരുന്നത്? എണ്ണ ഒഴിച്ച് കത്തിച്ചിരുന്ന വിളക്കല്ലേ? ആ വിളക്കൊന്നും ഉണ്ടല്ലോ അവിടെ. പിന്നെ അതിൽ നിന്ന് രൂപഭാവങ്ങളൊക്കെ മാറി വന്ന എല്ലാ വിളക്കിൻ്റെയും ലൈറ്റിൻ്റെയും 1% തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിനാണ്. അപ്പം അത് ചെറിയ ഖൈറല്ല, മഹാനുഭാവന് കിട്ടിയത് വലിയ ഖൈറാണ്. വലഖദ് സയ്യന്ന സമാ അദ്ദുനിയ ബിമസ്വാബിഹ് വജഅൽനാഹാ റുജൂമൻ ലിശ്ശയാത്തീൻ വഅഅതദ്നാ ലഹും അദാബസ് സഈർ. നമ്മൾ ആ പിശാചുക്കൾക്ക് അദാബുസ് സഈർ, കത്തിജ്വലിക്കുന്ന ശിക്ഷ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ട് നേരെ തബാറക സൂറത്തിൽ അല്ലാഹു തആലാന്റെ കഴിവിൽ, അള്ളാഹിന്റെ ഖുദ്റത്തിൽ നമ്മളാരും കണ്ടനുഭവിക്കാത്ത, ആകാശം നമ്മൾ കാണുന്നുണ്ട്, കണ്ടനുഭവിക്കാത്ത വലിയൊരു ഖുദ്റത്തുണ്ട്. അതാണ് ജഹന്നം. അതാണ് ഇനി പറയുന്നത്. അത് ചെറിയ ഖുദ്റത്തൊന്നല്ല. ജഹന്നം കണ്ടാൽ അല്ലാഹു തആലാന്റെ ഖുദ്റത്ത് എല്ലാവരും സമ്മതിക്കും. ഇവിടെ സമ്മതിക്കാത്തവരും ശിക്ഷ കാണുമ്പോൾ സമ്മതിക്കുന്നൊരു ഘട്ടമുണ്ട്. അള്ളാഹുവിൻ്റെ അപാരമായ ഖുദ്റത്താണ് ജഹന്നം എന്ന് പറയുന്നത്. വലില്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നം. നമ്മൾ ജഹന്നം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പഠിക്കുന്ന ദിവസമാണ്. കുറേ കാലമായല്ലോ അത് കേൾക്കണം. ജഹന്നം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ?
അതാ അങ്ങനെ എന്തിനുണ്ട്. എത്ര കാലമായി ജഹന്നം കേൾക്കാൻ തുടങ്ങിയിട്ട്. നരകം എന്നല്ല, നരകം എന്നുള്ളത് മൊത്തത്തിൽ പറഞ്ഞു. നാറ് എന്ന് പറഞ്ഞാലും പറയില്ല നരകം. നേരത്തെ കണ്ടില്ല അദാബ സഈർ, അതും കത്തിജ്വലിക്കുന്ന നരകം എന്നല്ലേ. നാറ് എന്ന് പറഞ്ഞാലും നരകം എന്ന് പറയും. നരകം എന്നുള്ളത് മൊത്തത്തിൽ പറഞ്ഞ പേരാണ്. ജഹന്നം എന്ന വാക്കിനൊരർത്ഥല്ലേ അതുണ്ട്. പറയാ വലില്ലദീന കഫറൂ ബിറബ്ബിഹിം, റബ്ബിനെ നിഷേധിച്ച അവിശ്വാസികൾക്കുണ്ട്, സത്യനിഷേധികൾക്കുണ്ട് അദാബു ജഹന്നം, അദാബു ജഹന്നം, ജഹന്നമിന്റെ ശിക്ഷയുണ്ട്, ജഹന്നമാകുന്ന ശിക്ഷയുണ്ട്, നരകത്തിന്റെ ശിക്ഷയുണ്ട്. വബിഅ്സൽ മസീർ, ആ മടക്ക സ്ഥലം വളരെ ദുഷിച്ചത് തന്നെയാണ്. അഥവാ നരകം, നരകം വളരെ മോശം തന്നെയാണ്, മോശപ്പെട്ട സ്ഥലമാണ്, ഏറ്റവും ദുഷിച്ച സ്ഥലമാണ് നരകം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ജഹന്നമിനെ പറ്റി പറയുന്നു. അതിൻ്റെ വലിയ വലിയ വിഷയങ്ങളാണ് ഇനി അടുത്തു പറയുന്നത്. ആ ജഹന്നമിലേക്ക് സത്യനിഷേധികളെ പിടിച്ച് തള്ളുന്നൊരവസ്ഥ വരുമ്പോൾ ജഹന്നമിൻ്റെ സ്വഭാവം, ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ശഹീഖൻ വഹിയ തഫൂർ. ഇദാ ഉൽഖൂ ഫീഹാ, ആ നരകത്തിലേക്ക് അവരെ പിടിച്ചു ഉന്തിത്തള്ളിവിട്ടാൽ, നരകത്തിലേക്ക് പിടിച്ചു ഉന്തിത്തള്ളിയിട്ടാൽ, നരകത്തിൽ അവർ പോയി പ്രവേശിച്ചാൽ, നല്ല ഉൽഖൂ എന്നാ പറഞ്ഞത്. ഉദ്ഖിലു എന്ന് പറയുന്നതും ഉൽഖൂ എന്ന് പറയുന്നതും മാറ്റമുണ്ട്. ഇദാ ഉൽഖൂ ഫീഹാ, നരകത്തിലേക്ക് അവരെ ഉന്തിത്തള്ളിയിട്ടാൽ, മലക്കുകളല്ലേ കൊണ്ടുപോയി തള്ളിയിടുന്നത്. സമിഉ ലഹാ ശഹീഖാ, നരകത്തിലേക്ക് അവരെ ഉന്തിത്തള്ളിയിടുന്ന നേരത്ത് നരകത്തിനവരൊരു ഇരമ്പുന്ന ശബ്ദം കേൾക്കും. നരകത്തിലേക്ക് വീഴാൻ പോകുമ്പോഴേക്ക് ഷഹീഖൻ, ഇരമ്പുന്ന ശബ്ദമാണ്. കേട്ടാൽ ഒരു നിലക്കും സന്തോഷകരമായ ശബ്ദമല്ല, കേൾക്കുന്നവനൊരു നിലക്കും ദഹിക്കാത്ത ശബ്ദമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പണ്ഡിതന്മാർ ഷഹീഖൻ എന്ന് പറഞ്ഞിടത്ത് ഐ സൗത്തൻ കസൗത്തിൽ ഹമീർ, ഏറ്റവും അരോചകമായ ശബ്ദമാണ് കഴുതയുടെ ശബ്ദം. കഴുതൊക്കെ ഒരു സ്വഭാവമുണ്ട്, ആവശ്യമില്ലാതെ ഒച്ച ഉണ്ടാക്കും. അങ്ങനെയാണ്. ആനൊന്നും അങ്ങനല്ല. ആന ഒരു പക്ഷേ ഒച്ച ഉണ്ടാക്കണം, പേടിച്ച ആന ഒന്ന് കൊക്കും, കൊക്കെന്നാ പറയാം അല്ലേ, പേടിച്ച ഒന്ന് കൊക്കും. അല്ലെങ്കിൽ ആരെങ്കിലും കാണാതായാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒറ്റപ്പെട്ടു പോയാലൊക്കെ ആനൊന്ന് അലറും, ഒരു ശബ്ദം ഉണ്ടാക്കും. അത് കൂട്ടത്തിലെത്താനോ മറ്റൊക്കെ ആയിരിക്കും, എന്തെങ്കിലും സംഭവിച്ചാലൊക്കെ. കഴുത അങ്ങനല്ല, വെറുതെ നിൽക്കുമ്പോൾ ഒച്ച ഉണ്ടാക്കണം. കഴുതൻ്റെ അടുത്തുകൂടെ മനുഷ്യനെ പോകുമ്പോൾ ചിലപ്പോൾ പേടിച്ച് നെട്ടിപ്പോവും, ഒരൊറ്റ ഒച്ചക്കാരം. അങ്ങനെ കൈതൊക്കെ ഒരു സ്വഭാവമുണ്ട്. എന്തെങ്കിലും ഒരു ഭാരം കയറ്റി വെച്ചാലെന്നല്ല, ഇപ്പം കൈതപ്പുറത്ത് ലോഡൊന്നായിട്ട് കയറ്റി വെച്ചു, ഒരു പ്രശ്നം ഉണ്ടാകും, അതങ്ങനെ പോകും. മൂപ്പരെ കൊണ്ടൊരു ഭാഗത്ത് ഇങ്ങനെ വെച്ച് മൂപ്പര് പിന്നെ വെള്ളവും ഭക്ഷണവും കഴിച്ചിങ്ങനെ നിൽക്കും, വെറുതെ ഒച്ച ഉണ്ടാക്കും. അതാണ് ഈ കൈതനെ പോലെ ആകരുത്. വെറുതെ ഒച്ച ഉണ്ടാക്കുന്ന ചില ടീമുണ്ടല്ലോ, ഒരാവശ്യമില്ലാതെ കൈതനെ പോലെ ആകരുത് പറഞ്ഞത്. ഇന്ന അങ്കറല്ല സ്വാത്തി സൗത്തുൽ ഹമീർ, അതിന് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒന്ന്, ആവശ്യമില്ലാതെ ശബ്ദം ഉണ്ടാക്കണമൊക്കെ അതിൽ പരാമർശിച്ചിട്ടുണ്ട്. നരകത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അരോചകമായ ശബ്ദമാണ്, കാതിന് കേൾക്കാൻ സുഖകരമായ ശബ്ദമല്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വഹിയ തഫൂർ, ആ നരകം പതച്ച് പതച്ച് പൊങ്ങിക്കളിക്കുന്നു. സഹോദരങ്ങളെ, ആ വാക്കെന്നൊക്കെ എത്ര മനസ്സിലാക്കേണ്ടത് നിങ്ങൾ? നമുക്ക് ഒറ്റയടിക്ക് എന്തേ മനസ്സിലായോ? നരകം തിളച്ചു മറിയുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞപ്പോൾ എന്ത് മനസ്സിലായി? നരകത്തിൽ ഇടുന്ന ഒരാൾക്ക് എവിടെയും ഒരു പിടിവള്ളിയില്ല എന്നാണ്. തിളച്ചു മറിയുന്ന ചട്ടിയിലേക്ക് നമ്മൾ കടുകിട്ടാൽ അല്ലെങ്കിൽ ഇലയിട്ടാൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് കേന്ദ്രീകരിച്ച് നിൽക്കുവോ? ഇല്ല, അതിങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കൂലേ. തിളച്ചു മറിയുമ്പോൾ അതിൻ്റെ പദത്തിനനുസരിച്ച്, പതുക്കുന്നതിനനുസരിച്ച്, തിളച്ചു മറിയുന്നതിനനുസരിച്ച് പല ഭാഗത്തേക്കും പോകൂലേ. ഇതേപോലെ നരകം തിളച്ചു മറിയുന്നു എന്ന് പറയുമ്പോൾ നരകത്തിൽ പോയി വീഴുന്ന മനുഷ്യന് എവിടെയും ഒരു ഖറാറ്, ഒരു കേന്ദ്രം, ഒരു ഒതുങ്ങാൻ പറ്റുന്ന സ്ഥലം കിട്ടൂല. എന്നാ അത് ആശ്വാസമാകുമല്ലോ? അത്ര പോലും ആശ്വാസമല്ല. എവിടെയെങ്കിലും ഒരു പിടിവള്ളി എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയാൽ ഇവിടെ നിന്ന് നിൽക്കട്ടെ, കഴിയൂല. എവിടെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കാൻ പറ്റുമോ? എവിടെ ഉറച്ചു നിൽക്കാൻ പറ്റൂല. വഹിയ തഫൂർ, തിളച്ചു മറിച്ചു കൊണ്ടിരിക്കുകയാണ്, പതച്ചു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
ഈ തിളച്ചു മറിയാന്നുള്ള ഈ ഒരു വാക്ക് അത് പലപ്പോഴും പലതിനും പ്രയോഗിക്കാറുണ്ട് അല്ലേ? ചട്ടി തിളച്ചു മറിയാന്ന് പറയില്ലേ? തീയിനുണ്ട് അങ്ങനെ ഒരു പ്രയോഗം. തീ ഇങ്ങനെ പതച്ച് 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 പൊങ്ങാണ് ആകെ. വെള്ളത്തിനും അങ്ങനെ പറയും, ദേഷ്യത്തിനും അങ്ങനെ പറയും. ദേഷ്യം കണ്ട് തിളച്ച് മറിഞ്ഞ് പൊങ്ങി വന്നാൽ പിന്നെ ലക്കുല കാണുന്നുണ്ടാവൂല. നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പറയുന്നതിനും ഇതുണ്ടാവില്ല, ചെയ്യുന്നതിനും ലിമിറ്റ് ഉണ്ടാവില്ല. തിളച്ച് മറിഞ്ഞു വന്നാൽ ആ ജഹന്നമിൻ്റെ വിഷയം പറയുന്നിടത്ത് ഞാൻ ആദ്യം ആ ഓതി വെച്ച ആയത്ത് വിശദീകരിക്കണം. വലില്ലദീന കഫറൂ ബി റബ്ബിഹിം, റബ്ബിനെ നിഷേധിച്ച ആളുകൾക്കുണ്ട്, ശൈത്താന്മാരാകട്ടെ അല്ലാത്തവരാകട്ടെ. നിഷേധം പല രൂപത്തിൽ വരാം. ഇമ്മാ ബിത്തഅ്തീലി ഔ ബിൽ ഇംസാക്. നിഷേധം വരുന്നത് ഒന്നുകിൽ വിസമ്മതിച്ചുകൊണ്ട് നിഷേധം വരും, നിഷേധിക്കുക അല്ലാഹു തആല ഇല്ലാന്നും, അല്ലെങ്കിൽ അല്ലാഹു തആലയിൽ പലതും ചേർത്തിട്ടും നിഷേധിക്കുന്ന സ്വഭാവമുണ്ട്, പങ്കു ചേർത്തിട്ട്. അല്ലെങ്കിലോ ഒന്നും പറയണ്ട, അങ്ങനെ നടക്കുക. ഒന്നും വിശ്വസിക്കും വേണ്ട, ഒന്നും പറയും വേണ്ട. പിന്നെ നമ്മൾ അങ്ങനെ ജീവിച്ചാൽ മതി, ഏതൊരു വിശ്വാസത്തിലേക്കും പോകാതെ അങ്ങനെ ജീവിച്ചാൽ മതി. മനുഷ്യൻ നന്നായാൽ പോരെ എന്നുള്ളത്, വിശ്വാസം വേണമെന്നൊന്നുമില്ലല്ലോ, എന്നേൽക്ക് പോയാൽ മതി. അതും ഒരു നിഷേധമാണ്. അത് ശരിക്ക് ഒരു ഒതുങ്ങിയിട്ടുള്ള നിഷേധമാണ്, പുറത്ത് കാണിക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നിഷേധം തന്നെയാണ്. ആ ശൈത്താന്മാരെ പറ്റി അവർക്കുള്ള നരകല്ല ഇപ്പൊ പറഞ്ഞ, അല്ലാത്തവരെ പറ്റിയാണ്. അവരെ നേരത്തെ പറഞ്ഞല്ലോ, വലില്ലദീന കഫറൂ ബി റബ്ബിഹിം അദാബു ജഹന്നം. ജഹന്നം എന്ന വാക്ക് ജിഹ്നാമ് എന്നതിൽ നിന്ന് വന്നതാണ് എന്ന് ചില പണ്ഡിതന്മാർ പറയും. ജിഹ്നാം എന്ന് പറഞ്ഞാൽ ആഴമുള്ള കിണർ. ആഴമുള്ള കിണർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിലേക്ക് ഇറങ്ങുമ്പോൾ ശ്വാസം മുട്ടിപ്പോവും, അത്രയും ആഴമുണ്ട്. ഒരു സാധാ കിണറിലേക്ക് ഇറങ്ങുമ്പോൾ ശ്വാസം മുട്ടുമോ? ഇല്ല, കിണറിന് ഇറങ്ങുന്ന ആൾക്കാരില്ലല്ലോ. നല്ലോണം ആഴമുള്ള കിണറാണെങ്കിൽ അടിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ആൾ പേടിച്ചു പോകും. ഇനി അവിടെ അടിയിലെത്തുമ്പോൾ ഒരു ശ്വാസത്തിന് തിക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കൂടുതലൊന്നും ഇറങ്ങാൻ ധൈര്യം വരില്ല. അതിന് ചിലരെന്ത് ചെയ്യുന്നു വെച്ചാൽ അടിയിലേക്ക് എന്തെങ്കിലും ഒരു പുക അടിയിലേക്ക് വിട്ടുവെക്കും. ആ പുക അവിടെ കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാകാം അങ്ങോട്ട് പോകാതൊക്കെ നല്ലത്. കാരണം അങ്ങോട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ശ്വാസം തിങ്ങിപ്പോകും, മുട്ടിപ്പോകും. അത്രയും ആഴമുള്ള ഒരു സ്ഥലമാണ് നരകം. എത്ര ആഴം നരകത്തിൻ്റെ ആഴം? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ കേട്ടോ എന്ന് ചോദിച്ചു സ്വഹാബത്തിനോട്. ആ, ഞങ്ങളും കേട്ടു. എന്താ ശബ്ദം എന്നറിയാം? എന്തോ ഒരു സംഗതി മുകളിൽ നിന്ന് താഴോട്ടിട്ടിട്ട് താഴെ എത്തുമ്പോൾ ഉള്ളൊരു ശബ്ദം. കേട്ടോന്ന് ചോദിച്ചു. കേട്ടു എന്ന് പറഞ്ഞു. എന്താന്ന് മനസ്സിലായോ? എന്താന്ന് മനസ്സിലായില്ല. എന്നാ പറഞ്ഞുതരാം. 70 കൊല്ലം മുമ്പ് നരകത്തിൻ്റെ തെല്ലിൽ നിന്ന് ഒരു കല്ല് താഴോട്ടിട്ടിട്ട് ഇപ്പോഴാണ് അടിയിലെത്തിയത്. ആ അടിയിലെത്തിയ സൗണ്ടാണ് ഇപ്പോൾ കേട്ടത്. അപ്പൊ എത്രയാഴം, എത്രയാണ് സഹോദരങ്ങളെ? ഒരു തട്ടിൻ്റെ ആഴാണ് പറയുന്നത്. അങ്ങനെ ഓരോ തട്ടിനുണ്ട്. ചെറിയ ആഴൊന്നുമല്ല, ചെറിയ വിശാലതയൊന്നുമല്ല, ചെറിയ ലോകമല്ല നരകമെന്ന് പറയുന്നത്. ചിന്തിക്കുമ്പോൾ അത്രയും പേടി വരുന്നൊരു സംഗതിയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ജഹന്നം എന്നിവിടെ പറഞ്ഞത് മൊത്തത്തിലുള്ള നരകത്തെ പറ്റിയാണ്. തട്ടുകളായി എണ്ണുമ്പോൾ ഒന്നാമത്തെ തട്ടിന് ജഹന്നം എന്ന് പറയാറുണ്ട്. ആ ജഹന്നം എന്ന് പറയുന്ന തട്ടിൽ റുസാത്തുൽ മുവഹിദീൻ, മുവഹിദീങ്ങളിലെ ദോഷികളാണ് അതിൽ പ്രവേശിക്കുക. സുബ്ഹാനല്ലാഹ്, അത് ഖാലിയാകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ തട്ട് നരകത്തിന് ലഹാ സബ്അത്തു അബ്വാബ്, 7 തട്ടുകളല്ലേ നരകത്തിനുള്ളത്. ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം, ഓരോ തട്ടിനും വിഹിതിക്കപ്പെട്ട ആളുകളുണ്ട്, വിഭാഗമുണ്ട്. എല്ലാ തട്ടിലും ഒരുപോലെയുള്ള ആളുകളല്ല പ്രവേശിക്കുന്നത്. സഹോദരങ്ങളെ, അതിലെ ഒന്നാമത്തെ തട്ടിനെ പേരെണ്ണി പറയുമ്പോൾ ജഹന്നം എന്ന് പറയാറുണ്ട്. അത് കുറച്ചു കഴിഞ്ഞാൽ കാലിയായി പോകും. വയഅതി അലാ ജഹന്നമ സമാനുൻ യംബുതു ഫീ ഖൈരിഹൽ ജിർജീർ. ജഹന്നമിന് ഒന്നാമത്തെ തട്ടിനൊരു കാലം വരാനുണ്ട്. അതിനടിയിൽ ജിർജീർ മുളക്കും. ഇപ്പൊ മനുഷ്യന്മാരൊന്നും ഉണ്ടാവില്ല, അത് കാലിയായിപ്പോയി. ശിക്ഷ കഴിഞ്ഞ്
ദോഷികളായ മുവഹിദീങ്ങളെ ശിക്ഷ കഴിഞ്ഞ് ശഫാഅത്ത് മൂലം അവർ രക്ഷപ്പെട്ട് ഇനി അത് കാലിയായി. പക്ഷേ ബാക്കി ഒറ്റൊന്നും കാലിയാകൂല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിലേറ്റവും കൂടുതൽ പേടിക്കേണ്ട നരകല്ലേ മുനാഫിക്കീങ്ങളുടെ നരകം. ഏറ്റവും അടിയിലെ തട്ടതാണല്ലോ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നിഫാഖ് എന്ന് പറഞ്ഞാൽ എത്ര കടുപ്പേറിയ സംഗതിയാണ്. കാപട്യം എന്ന് പറയുന്നത് എത്ര കടുപ്പമേറിയ വിഷയമാണ്. എന്തേ അങ്ങനെ വരാൻ കാരണം? വിശ്വസിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല കൊടുത്തിട്ട് അതിൽ നിന്ന് മാറിയതല്ലേ. കപടവിശ്വാസം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. നേർക്കുനേരെ നടക്കാനും ചെയ്യാനും ഉള്ള തൗഫീഖ് അല്ലാഹു തആല കൊടുത്തിട്ട് അതിൻ്റെ മേലെ കാഫിര്യങ്ങളൊക്കെ, അതിൻ്റെ മേലല്ലേ ശൈത്താന്മാരൊക്കെ ഉള്ളത്. പക്ഷെ നേരെ ഏറ്റവും ലാസ്റ്റ് തട്ട് ദർക്കുൽ അസ്ഫൽ എന്ന് ഖുർആൻ പറഞ്ഞ ഏറ്റവും അടിയിലെ തട്ട് കപടവിശ്വാസികൾക്കല്ലേ. ആ കപടവിശ്വാസികളിൽ നിസ്കരിച്ചവരുണ്ടല്ലോ, അതല്ലേ വിഷയം. വിശ്വാസം അങ്ങോട്ട് ശരിയായിട്ടില്ല. നിസ്കാരമുണ്ട്, അമലുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അബ്ദുല്ലാഹിബിൻ ഉബൈബിൻ സലൂലല്ലേ മദീനയിലെ മുനാഫിക്കീങ്ങളെ നേതാവായിട്ട് നമ്മൾ പറയുന്ന ഒരാൾ, കിതാബിലൊക്കെ പരിചയപ്പെടുത്തുന്ന ആൾ. മൂപ്പര് നിസ്കാരത്തിന് 1-ാം സഫിലുണ്ടായിരുന്ന. ഇന്ന് മുതൽ 1-ാം സഫിലായിരുന്നു നിൽക്കാക്കണ്ടോ. 1-ാം സഫിലുണ്ടാകല് നമ്മൾ ഈമാൻ നമ്മൾ ഉറപ്പിക്കണം. അള്ളാഹു ഈമാൻ ഏറ്റിത്തരട്ടെ. 1-ാം സഫിൽ നബിതങ്ങൾ കൈ കെട്ടുമ്പോൾ സൊഫിന്റെ ലെവല് പിടിക്കുന്ന ആളാണ് ഈ അബ്ദുല്ലാഹിബിൻ ഉബൈബിൻ സലൂല്. അവനെ പറ്റിയല്ലേ അള്ളാഹു പറഞ്ഞു സൂറത്തുന്നൂറിലൂടെ, വല്ലദീ തവല്ലാ കിബ്റഹു മിൻഹും ലഹു അദാബുൻ അലീം. ആയിഷ ബീവിക്കെതിരെയുള്ള ആ ആരോപണ അപവാദ കഥക്ക് നേതൃത്വം നൽകിയവന് അദാബുൻ അലീം, വലിയ ശിക്ഷ വരാനുണ്ട്. വലിയ ശിക്ഷ ദുന്യാവെന്നല്ലല്ലോ, അതുകൊണ്ട് നരകത്തിലും കടക്കുന്ന. ഏറ്റവും അടിയിലെ തട്ട് എത്ര ഗൗരവമുള്ള തട്ടാണ്. അതെങ്ങനെ അങ്ങനെ വന്നു എന്നാ മഹാന്മാർ പറയുന്നത്? ശരിക്ക് ഈമാൻ കൊള്ളാനുള്ള തൗഫീഖ് അല്ലാഹു കൊടുത്തിട്ട് അതിൽ നിന്ന് മാറുക എന്ന് പറഞ്ഞാൽ ചെറിയ സംഗതിയല്ലല്ലോ. അതുകൊണ്ട് കിട്ടിയ ഒരു നിധി, കയ്യിൽ കിട്ടിയ ഒരു നിധി ഇത്ര പെട്ടെന്ന് നഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ, സൂക്ഷിക്കണ്ടേ. അതിന് അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷ ചെറുതല്ല, വലുതാണ്, ഗൗരവമുള്ളതാണ്. അല്ലാഹു നിഫാഖിനെ തൊട്ട് കാക്കട്ടെ. നിഫാഖ് വരിക എന്നുള്ളത് സ്വഹാബത്തൊക്കെ ഏറ്റവും പേടിച്ച വിഷയമല്ലേ. ഇബ്നു അബീ മുലൈക റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്റക്തു 30 മിന സ്വഹാബ, സ്വഹാബത്തിൽ 30 ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരെ കൂടെ ജീവിച്ചിട്ടുണ്ട്. കുല്ലുഹും കാനൂ യഖാഫൂന നിഫാഖ്, എല്ലാവർക്കും പേടി നിഫാഖ് വരുമോ നിഫാഖ് വരുമോ എന്നാണ്. മുനാഫിഖായി പോകുമോ എന്നുള്ള പേടി ചെറിയ പേടിയല്ല, വലിയ പേടിയായിരുന്നു. അപ്പൊ ആ ജഹന്നമിൽ ഉള്ള ഈ അവസ്ഥ പറഞ്ഞപ്പോൾ അല്ലാഹു തആല പറയുന്നു, നോക്ക് നിങ്ങൾ, ജിഹ്നാം എന്ന വാക്കിൽ നിന്നാണ് ജഹന്നം എന്ന് വന്നതെന്ന് വെക്കുമ്പോൾ ആഴമുള്ള കിണറിനാണ് ജിഹ്നാം എന്ന് പറയുക. ഇത് ആഴമുള്ള കിണർ തന്നെയാണ്. ഈ ആഴമുള്ള കിണറിൽ ഒരുപാട് കിണറുകളുണ്ട്. അതിൽ അല്ലാഹു തആല ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ നരകത്തിന്റെ അവസ്ഥ പറയുന്നു, ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ശഹീഖൻ വഹിയ തഫൂർ. ജഹന്നമിലുള്ള ആളുകൾ അവരെ ജഹന്നമിലേക്ക് വലിച്ചെറിയപ്പെട്ടാൽ അവരെ തീയിലേക്ക്, വലിയ തീയിലേക്ക് വിറകിങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യുക. അടുത്തേക്ക് പോകാൻ കഴിയൂല. വലിയ തീയിലേക്ക്, കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് ആളുകൾ വിറകിങ്ങനെ പാസ് ചെയ്യും. ഇതേപോലെ അടുത്തേക്ക് പോകാതെ ഇവരെ നരകത്തിലേക്ക് അങ്ങോട്ട് തള്ളിയിടപ്പെട്ടാൽ സമിഉ ലഹാ ശഹീഖൻ, ആ നരകത്തിന് അവർ ഇരമ്പുന്ന ശബ്ദം കേൾക്കും. വല്ലാത്ത നീചമായ നികൃഷ്ടമായ ശബ്ദമാണ് ഇത്. നരകത്തിന്റെ ഒരു സൗണ്ടാണ്. നരകത്തിനങ്ങനെ പ്രത്യേക ശബ്ദമുണ്ട്. വഹിയ തഫൂർ, അത് തിളച്ചു മറിയുന്നു, പതച്ചു പൊങ്ങുന്നു. അതൊക്കെ അതും പാലം കേൾക്കുമ്പോഴും വലിച്ചിടുന്നല്ലേ. വഴുതി വീഴുന്നതും വലിച്ചിടുന്നതൊക്കെ ഒപ്പം തന്നെ, അതും അതിൻ്റെ ഒരു സ്വഭാവം തന്നെയാണ്. ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ശഹീഖൻ. അതിപ്പോൾ ചോദ്യം കഴിഞ്ഞിട്ട് പോകുന്ന ആൾക്കാരാണ് പോകണം എന്നുള്ള ഒരു ലെവലിലെത്തുന്നില്ല, പാലത്തും കൂടെ പോവാ. ചോദ്യം തീരെ ചോദിക്കേണ്ടതില്ലാത്ത ആളുകളെ നേരത്തെ കൊണ്ടുപോയിട്ട് ഇടുക ചെയ്യുക. ഹിസാബില്ലാതെ സ്വർഗത്ത് പോകുന്നവരില്ലേ? ഇല്ലല്ലേ? ഉണ്ട്. ഹിസാബില്ലാതെ സ്വർഗത്ത് പോകുന്നവരിൽ ഏറ്റവും ലാസ്റ്റ് വിളിക്കുന്ന കൂട്ടരാണ്
ഐനല്ലദീന തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ്. ഐനല്ലദീന തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ്. അല്ലാഹു നമുക്ക് വീട് തന്നത് ഇതിനാണ്, സുഖിക്കാനല്ല. അങ്ങനെ കരുതി ഞങ്ങൾ സുഖിക്കാനും പത്രാസിൽ കിടന്നുറങ്ങിയിട്ട് ഉല്ലസിക്കാനും തന്നതല്ല വീട്. അങ്ങനെ കരുതി ഈ ദുന്യാവിൽ നിൽക്കണ്ട. വിശ്രമിക്കാനുള്ളൊരു കേന്ദ്രം തന്നതാണ്, അധ്വാനിക്കാൻ വിശ്രമിക്കാൻ ഒരു കേന്ദ്രം തന്നതാണ്. വെയിൽ കൊള്ളണ്ട, മഴ കൊള്ളണ്ട, അവിടെ നിന്നിട്ട് പണിയെടുക്കാൻ തന്നതാണ്. ഷെഡാണ്, ദുനിയാവിലെ പണി ഷെഡാണ് വീട് എന്നത്. സുഖിക്കാൻ തന്ന കേന്ദ്രമല്ല. സുഖങ്ങളൊക്കെ ഓരോന്നും റെഡിയാക്കിയിട്ട് മറക്കണ്ട. വീട് തന്നത് ആസ്വദിക്കാനല്ല, കഠിനാധ്വാനം ചെയ്യാനാണ്. ഐനല്ലദീന തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ്. നല്ല സുഖമുള്ള ഉറക്കറയിൽ നിന്ന് പാതിരാത്രിയിൽ സുബ്ഹിക്ക് മുമ്പ് കട്ടിലിൽ നിന്ന് സ്വന്തം ശരീരത്തിന്റെ ഭാഗങ്ങൾ അടർത്തിയെടുത്ത ആളുകൾ എവിടെ? എന്തിനാണ് അവർ അടർത്തിയെടുത്തത്? തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ് യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. ഉറങ്ങാൻ കഴിയാത്തത് കൊണ്ടല്ല, AC ഇല്ലാത്തത് കൊണ്ടല്ല, ഫാൻ ഇല്ലാത്തത് കൊണ്ടല്ല, തരുണീമണി അടുത്തില്ലാത്തത് കൊണ്ടല്ല. അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ പിടിച്ച് എഴുന്നേൽപ്പിച്ചത് യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. നിസ്കരിക്കുന്ന നിസ്കാരമാണെങ്കിലും ഇസ്തിഗ്ഫാർ ആണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും ഖൗഫൻ വതമഅ, പേടിയുണ്ട്. നരകത്തിൽ പോകുമോ, ഖബറിൽ ശിക്ഷ വരുമോ, കുടുങ്ങിപ്പോകുമോ, വതമഅൻ, പ്രതീക്ഷയും ഉണ്ട്. രണ്ടും കൽബിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സഹോദരങ്ങളെ, നമ്മുടെ കേരളത്തിൽ 3 മണിക്കൂർ മാത്രം ഉറങ്ങുന്ന ഉലമാക്കളുണ്ട്. പേര് ചോദിച്ച് പറഞ്ഞിട്ട് കേട്ടിട്ട് ഉല്ലസിക്കണ്ട, ഞാനത് പറയുന്നില്ല. 4 മണിക്കൂർ മാത്രം ഉറങ്ങുന്ന ഉലമാക്കളുണ്ട്. 5 മണിക്കൂർ മാത്രം ഉറങ്ങുന്നവരുമുണ്ട്. നമ്മളോ സുബ്ഹി വാങ്ക് കൊടുത്താൽ പിന്നെയും 10 മിനിറ്റ് കിട്ടിയെങ്കിൽ എന്ന് കരുതുന്നവരാണെങ്കിൽ നമ്മൾ മഹാമടിയന്മാരുടെ ലിസ്റ്റിലാണ് പോയി പെടുന്നത്. കഴിവിന്റെ പരമാവധി തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ്. ഹദീസിൽ കാണാം വഹും ഖലീൽ. ആ ചോദ്യം ചോദിക്കുമ്പോൾ എണീറ്റ് പോകുന്നൊരു വഹും ഖലീൽ വളരെ ചെറിയൊരു പക്ഷം മാത്രമാണ്. പിന്നെ ഹിസാബില്ലാത്ത ടീമിന്റെ ചോദ്യമല്ല. പിന്നെ അത് കഴിഞ്ഞു, പിന്നെ വിചാരണയിലേക്ക് കിടക്കാം. അവർ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ത്വായിഫത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ പോകാൻ, അവരിങ്ങനെ എഴുന്നേൽക്കുമ്പോഴേക്കെന്നെ മലക്കുകൾ വരാൻ അവരെ കൈപിടിക്കാൻ കൊണ്ടുപോകാൻ. ഒരു കൂട്ടം മലക്കുകൾ ഇവിടുന്ന് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവരാ സന്തോഷിച്ച് സലാം പറഞ്ഞ് മുന്നിൽ കൊണ്ടുപോകാൻ അപ്പുറത്ത് പാലത്തിൻ്റെ അടുത്ത് ഒരു കൂട്ടം മലക്കുകൾ വേറുണ്ട്. സന്തോഷവാന്മാരായിട്ടാണ് അവർ പോകുന്നത്. എന്നാൽ ഇതുപോലെ ഒരു ടീം നരകത്തിലേക്കും ഉണ്ട്. വിചാരണയില്ലാതെ നരകത്തിൽ കടക്കുന്ന വിഭാഗമുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരു ചോദ്യം ഇനി അവരോട് ചോദിക്കാനില്ല, ഒന്നും ഇനി അവരോട് പറയേണ്ടതില്ല, ഒരു കിതാബും അവർക്ക് നൽകേണ്ടതില്ല. പിടിക്കുക, കൊണ്ടുപോയി എറിയുക. അവരെ കൊണ്ടുപോയി വലിച്ചെറിയുന്ന ശബ്ദം ശമിഊ ലഹാ ശഹീഖൻ, നരകത്തിന് ആർത്തലമ്പുന്ന ശബ്ദം കേൾക്കും. വഹിയ തഫൂർ, നരകം പതച്ചു പൊങ്ങുകയാണ്, തിളച്ചു മറിയുകയാണ്. അതിന്റെ ഗൗരവം എത്രയാണെന്നറിയോ? തകാദു തമയ്യസു മിനൽ ഗൈൽ, നരകത്തിന്റെ ഈർഷ്യത കാരണം പൊട്ടിത്തെറിക്കാൻ, പൊട്ടിക്കീറാൻ അത് അടുത്താകും. നിങ്ങൾ നോക്ക്, നമുക്ക് ദേഷ്യം വന്നിട്ട് ദേഷ്യം ഇങ്ങനെ ഊക്കുകൂടിയാൽ ശരീരത്തിന്റെ മുഴുവൻ ഞരമ്പുകളും ചൂടായി പോകും. തലച്ചോറ് മാത്രമല്ല, ശരീരത്തിന്റെ മുഴുവൻ ഞരമ്പും ചൂടായിട്ട് വല്ലാത്ത ക്രോധം വന്ന മനുഷ്യൻ പൊട്ടിത്തെറിക്കും. എന്താണ് ഉദ്ദേശിച്ചത്? അത് ചെയ്യാൻ വേണ്ടി അവൻ തുനിയും. അതാണ് തകാദു തമയ്യസു മിനൽ ഗൈൽ. ഇവിടെ വേറൊരു വിഷയം മഹാന്മാര് പറയുന്നുണ്ട്. ഇങ്ങനെ പൊട്ടിക്കീറണമെങ്കിൽ നരകത്തിന് സ്വന്തമായി ഒരു ഹയാത്തുണ്ടോ ഇല്ലേ? ദേഷ്യം വരുന്ന നമ്മൾ പൊട്ടിക്കീറിയിട്ട് പരിസരമാകെ മലിനമാക്കി മലീമസമാക്കിയിട്ട് എല്ലാവരുടെയും സ്വസ്ഥത കെടുത്തിയിട്ട് നമ്മൾ ഉദ്ദേശിച്ചത് ചെയ്തിട്ടേ പോകുള്ളൂ എന്ന് കരുതിയിട്ട് കലിതുള്ളുന്ന മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ നിങ്ങൾ? അതേ ഒരു സ്വഭാവത്തിലാണെങ്കിൽ നരകം വിണ്ടുകീറാൻ, പൊട്ടിത്തെറിക്കാൻ അടുത്താകുന്നു പറയുമ്പോൾ ഉലമായി ചോദിക്കാണ്, നരകത്തിന് പ്രത്യേകം ഒരു ഹയാത്തുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ പൊട്ടിത്തെറിക്കാൻ അടുത്താകുന്നത്? പൊട്ടിയെങ്ങാനും തെറിച്ച കഥ പോയി. നരകം അങ്ങനെ പൊട്ടാൻ അടുത്താകും അതിൻ്റെ ദേഷ്യം കൊണ്ട്.
തകാദു തമയ്യസു മിനൽ ഗൈൽ. നരകത്തിന്റെ മൂർച്ചയാണ് ആ പറഞ്ഞത്. നരകം അല്ലാഹു തആല ഓരോന്നും ഓരോ തട്ടിലേക്കും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോന്നും ഓരോ തട്ടിൻ്റെയും ആ കൂട്ടിഘടിപ്പിച്ച ഭാവങ്ങളൊക്കെ വിണ്ടുകീറിയിട്ട് ദേശത്തിന്റെ ഊക്ക് കാരണം നരകം അതിൻ്റെ കൂട്ടിഘടിപ്പിച്ച അവസ്ഥ ഛിന്ന ഭിന്നമാക്കി വയംഫസിലു ബഅ്ളുഹു മിൻ ബഅ്ളിൻ, ചിലതിൽ നിന്ന് വേർപിരിഞ്ഞു പോകാൻ അടുത്താകും. അത്രയും ദേഷ്യണ്ട് നരകത്തിന്. നരകത്തിൽ കടക്കുന്ന ആളുകളോട് നരകത്തിന് ദേഷ്യമാണ്, ഈർഷ്യതയാണ്. അത് കൂടുകയാണ്, കുറയുകയല്ല. ദിവസം കൂടുന്തോറും ഈർഷ്യത കൂടുകയാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം ഇങ്ങനെ കൂടാൻ കാരണം എന്താ അറിയോ? ആൾക്കാർക്ക് ദേഷ്യം കൂടുമ്പോൾ എന്താണ് ചൂട് കൂടുക? ദമുൽ ഖൽബാണ് ചൂട് കൂടുക. കൽബിൻ്റെ രക്തം ചൂട്. അതാണ് പ്രഷർ കയറിയിട്ട് എന്തായി? പ്രഷർ കൂടിയിട്ട് രക്തം തലച്ചോറ് കയറിയെന്ന് കേൾക്കല്ലേ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ വലിയ വലിയ രോഗങ്ങൾ തൊട്ടൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രഷർ അങ്ങനെ കൂടിയിട്ട്, അത് പ്രഷർ കൂടുകയെന്ന് പറഞ്ഞാൽ ദേഷ്യം കൊണ്ട് മാത്രം ടെൻഷൻ കൊണ്ടും വരും, പ്രതികാരം പെട്ടെന്നുള്ള പ്രതികാരത്തിലൊക്കെ വരും. അപ്പം ഈ ദമുൽ കൽബ്, നമ്മുടെ കൽബിൻ്റെ ഹാർട്ടിൻ്റെ രക്തം തിളച്ച് മറിഞ്ഞ് ഇങ്ങനെ പൊങ്ങി വരികയാണെങ്കിൽ അതെല്ലാ ഭാഗത്തേക്കും, ഞരമ്പിൻ്റെ എല്ലാ ഭാഗത്തും ആ ദേഷ്യത്തിൻ്റെ അളവ് ഇങ്ങനെ നിറഞ്ഞു തുടിച്ചു നിൽക്കും. അങ്ങനെ തന്നെ പൊട്ടിപ്പോകാൻ അടുത്താകും. അങ്ങനെയാണ് അത് കയറിപ്പോടുന്നത്. ഇതേപോലെ നരകത്തിൻ്റെ അവസ്ഥയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നരകത്തിൻ്റെ അവസ്ഥ, നരകത്തിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നരകത്തെ സംവിധാനിച്ച ഖാലിഖായ റബ്ബ്, അവൻ്റെ പ്രതികരണം എത്ര വലുതാണ്. ഈ നരകത്തെ പടച്ചത് ആരാണ്? അല്ലാഹു തആലയാണ്. അതുകൊണ്ട് ആ വലില്ലദീന കഫറൂ ബി റബ്ബിഹിം എന്ന് അല്ലാഹു പറഞ്ഞത്, അവരെ പോറ്റി വളർത്തി സംരക്ഷിച്ചു കൊണ്ട് നടക്കുന്ന നാഥനെയാണ് അവർ നിഷേധിച്ചത്. ചെറിയ കാര്യമല്ല അവർ ചെയ്ത്, ജനങ്ങൾ ചെയ്ത് ചെറിയ കാര്യമല്ല, വലിയ നന്ദികേടാ ചെയ്തത്. കാരണം റബ്ബിനെ നിഷേധിച്ചത്. റബ്ബ് എത്ര വലിയ ഗുണ ചെയ്തു കൊടുത്തത്, റബ്ബ് എത്ര വലിയ നിയമത്താ ചെയ്തത്. ആ റബ്ബിനെ നിഷേധിച്ച ആളുകൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന നരകം ചെറിയ നരകം അല്ല. തകാദു തമയ്യസു മിനൽ ഗൈളി, അത് സഹോദരങ്ങളെ വിണ്ടുകീറാൻ അടുത്താകുന്ന അവസ്ഥ പറഞ്ഞപ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തിന്റെ മൂർച്ച പറഞ്ഞപ്പോൾ നരകത്തെ മഹ്ശറിലേക്ക് ഇങ്ങനെ കൊണ്ടുവരും. ജനങ്ങളൊക്കെ മഹ്ശറിൽ ഇങ്ങനെ എത്തി റെഡിയായി നിൽക്കുമ്പോൾ നരകത്തെ മലക്കുകൾ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരാണ്. തുഖാദു ഇലൽ മഹ്ശർ, മഹ്ശറിലേക്ക് നരകത്തെ ആനയിക്കപ്പെടും. ബി അൽഫി സിമാമിൻ, 1000 കടിഞ്ഞാണുകൊണ്ട്. ലികുല്ലി സിമാമിൻ 70 അൽഫി മലിക്കിൻ, ഓരോ കടിഞ്ഞാന്റെ പിന്നിലും 70,000 മലക്കുകളുണ്ട്. അങ്ങനെയുള്ള 1000 കടിഞ്ഞാണാണ് നരകത്തിനുള്ളത്. കൊണ്ടുവന്ന് കെട്ടുന്നത് അർശിന്റെ ഇടത്തെ ഭാഗത്താണ്. സുബ്ഹാനല്ലാഹ്, ദേഷ്യത്തിന്റെ ഊക്ക് കാരണം ഇത് കെട്ടുന്നതാരാന്നറിയോ? മലക്കുകളല്ലേ. അവർക്ക് എത്ര ശക്തിയുണ്ട്, എത്ര ആരോഗ്യമുണ്ട് മലക്കുകൾക്ക്. മലക്കുകളുടെ ശക്തി ചെറുതല്ല, മലക്കുകളുടെ കഴിവും ചെറുതല്ല. നമ്മൾ യാസീൻ സൂറത്തിൽ പറഞ്ഞില്ലേ, ഒരു സമൂഹത്തെ മൊത്തം അല്ലാഹുത്തെ നശിപ്പിച്ചത് ജിബ്രീലിന്റെ ഒരൊറ്റ അട്ടഹാസം കൊണ്ടല്ലേ. ഇൻകാനത്തില്ലാ സുയ്ഹത്തൻ വാഹിദത്തൻ ഫൈദാഹും ഖാമിദൂൻ, ഒരൊറ്റ ഒച്ച. അപ്പൊ ജിബ്രീലിന്റെ ഒരൊച്ചക്ക് അത്ര വലിയ കഴിവുണ്ടെങ്കിലേ ആ ജിബ്രീലിന്റെ ചിറകൊണ്ട് ഇങ്ങനെ തോണ്ടിയിട്ടാണ് 4 ലക്ഷം വരുന്ന ലൂത്ത് നബിന്റെ ജനതയെ പപ്പടം മറിച്ചിട്ട്. ജിബ്രീൽ മൊത്തം പോയി ഇങ്ങനെ ചിറകിന്റെ ചിറകൊണ്ട് ഇങ്ങനെ പൊന്തിച്ചതാണ്, മറിച്ചിട്ടതാണ്. അപ്പൊ അത്ര വലിയ കഴിവും അത്ര വലിയ ശക്തിയും ഉള്ള മലക്കുകളാണ് ഈ നരകത്തെ പിടിച്ചു കൊണ്ടുവന്ന് കെട്ടി റെഡിയാക്കി വെക്കുന്നത്. എന്നിട്ട് ആ നരകം പറയും, ലഅന്തഖിമന്നൽ യൗമ മിമ്മൻ അകല റിസ്ഖല്ലാഹി വഅബദ ഗൈറഹു, ഇന്ന് ഞാൻ ഒരു ടീമിനെ നന്നായി ശിക്ഷിക്കും. നരകം പറയാൻ നന്നായി പ്രതികരിക്കും. അള്ളാന്റെ ഭക്ഷണം തിന്ന് അല്ലാത്തവർക്ക് ഇബാദത്ത് എടുത്തു. നരകം പറയാൻ, അതുകൊണ്ട് ഇന്ന് എല്ലാവരെയും ഞാൻ ശിക്ഷിക്കും, അങ്ങനത്തെ ടീമിനെ ഞാൻ പ്രതികരിക്കും. അപ്പോൾ ആ നരകത്തോട് പ്രതികരിക്കുന്നത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുഖാബിലുഹാ ബിനൂരിഹി,
തങ്ങളുടെ നൂറല്ലേ വലിയ നൂറ്. ആ നൂറ് കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് നരകത്തോട് എതിർക്കുകയാണ്, നരകത്തിനോട് വിപരീതമായി നിൽക്കുന്നു. എല്ലാ മലക്കുകളും എല്ലാ മനുഷ്യന്മാരും എല്ലാ നബിമാരും എല്ലാ വലിയുകളും അവരൊക്കെ തായോട്ട് മുട്ടുകെട്ടി ഇരുന്നിട്ടുണ്ട്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ് നരകത്തോട് പ്രതികരിക്കുന്നത്. തങ്ങൾ പറയുന്നു, നരകത്തെങ്ങനെ അവരിങ്ങനെ കെട്ടിവെക്കുന്ന സമയത്ത് നരകം ഇങ്ങനെ കുലുങ്ങി നോക്കുന്നുണ്ട്. പക്ഷെ കുലുങ്ങാൻ വിടൂല, അമ്മാര് കെട്ടുകെട്ടും. ആ കുലുങ്ങുന്ന സമയത്തെങ്ങാനെങ്കിലും കടിഞ്ഞാൺ പൊട്ടിപ്പോയാൽ ഒരൊറ്റ കുട്ടി ഉണ്ടാകൂല, മഹ്ശറിൽ മൊത്തം തകർത്തുകളി. നരകത്തിന്റെ ഊക്ക് അത്രയും വലിയ ഊക്കാണ്. തകാദു തമയ്യസു മിനൽ ഗൈൽ, ചെറുതല്ല. നരകത്തിന്റെ ദേഷ്യവും നരകത്തിന്റെ കോപവും കോപാഗ്നിയും ചെറുതല്ല, വളരെ വലുതാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ലഖദ് ഉദിനിയത്തു മിന്നി അന്നാർ, ഞാൻ നരകത്തോട് അടുത്തു നിന്നു, നരകം എന്നോട് അടുപ്പിക്കപ്പെട്ടു. ഞാൻ നരകത്തെങ്ങനെ ഊതുകയായിരുന്നു. എന്തിനാ തങ്ങൾ നരകത്തെ ഊതുന്നത്? ഖശ്യതാൻ തഗ്ശാകും, നരകം നിങ്ങളെ പൊതിയുമോ എന്ന് പേടിച്ചുകൊണ്ട്. നരകത്തോട് തങ്ങൾ സംസാരിക്കുന്നു, നരകത്തെ പിടിച്ചുകൊണ്ടുവന്ന് കെട്ടുന്ന നേരത്ത് നരകമേ നിന്നിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ നരകം പറഞ്ഞു, നിങ്ങൾ എന്തിനാ കാവൽ ചോദിക്കുക, നിങ്ങളേതായാലും ഇങ്ങോട്ട് വരൂലല്ലോ. ഞാൻ എനിക്ക് വേണ്ടിയല്ലലി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന് വേണ്ടിയാണ് നരകമേ നിന്നിൽ നിന്ന് കാവൽ ചോദിക്കുന്നത്. നമ്മളെല്ലാ ദിവസവും കാവൽ ചോദിക്കുന്ന ഒരു വിഷയം കൂടി അതാണ്. അള്ളാഹു നരകത്തിൽ നിന്ന് നമ്മളെ കാക്കുമാറാകട്ടെ. ആ നരകത്തിന് മറ്റു ജീവികൾക്ക് ഉള്ളതുപോലെ പ്രത്യേക ബോധമുണ്ട്, പ്രത്യേക ഹയാത്തും ഉണ്ട്. അതാണ് തകാദു തമയ്യസു മിനൽ ഗൈൽ. ഇവിടെ ജീവനുള്ള ജീവികളൊക്കെ അതിൻ്റെ പക തീർക്കൂലേ? പക തീർക്കും, നല്ലോണം പക തീർക്കും. നമ്മൾ എന്തെങ്കിലും കാര്യമില്ലാതെ ചെയ്താൽ പക വീട്ടുന്ന ഒരു ജീവിയാണ് പാമ്പ്, പക വീട്ടും. അതേപോലെ പക വീട്ടും ആനയും, പക വീട്ടും. ആവശ്യമില്ലാതെ എന്തെങ്കിലും ചെയ്താൽ, ആവശ്യമില്ലാതെ ആനനെ കല്ലെടുത്തെറിഞ്ഞു, ആനങ്ങനെ പോകുന്നു. എന്തിനാ കല്ലെടുത്തിടേണ്ട ആവശ്യം? ആന പോയിക്കോട്ടെ, ദുനിയാവ് നിങ്ങൾക്ക് മാത്രമല്ല. ആന ഒരാൾ കല്ലെറിഞ്ഞ ആളെ ആനക്ക് പിടുത്തം കിട്ടിയോ ആന അയാളെ ചെയ്യുള്ളൂ, അപ്പുറത്ത് പുറത്തുള്ളതൊന്നും ചെയ്യൂല. അങ്ങനെ മുമ്പ് ഒരു കൂട്ടര് ഒരു 5 ആൾക്കാരങ്ങനെ പോകുമ്പോൾ അവരിങ്ങനെ മേൽഭാഗത്തൂടെ നടന്നു പോകുന്നുണ്ട്, ആന താഴ്ഭാഗത്തുണ്ട്. ആനക്കൊക്കെ ഉള്ളതല്ലേ ഭൂമി. ആന താഴ്ബല പിടിക്കാനൊന്നും വന്നിട്ടില്ല, പിടിക്കാൻ വന്നിട്ട് പ്രതികരിക്കണം. പിന്നെ അങ്ങനെ നോക്കാം. ആന സ്വസ്ഥമായിട്ട് ഓല പണിയിൽ ഇങ്ങനെ തിന്നും അങ്ങനെ നടക്കുകയാണ്. വെറുതെ ഒരാൾ ഒരു കല്ലെടുത്തിട്ട് ആനയുടെ തലക്ക്, അത് നല്ല സ്ഥലത്ത് മർമ്മത്താ കൊണ്ട് ആന ഇങ്ങനെ തല കറങ്ങിപ്പോയി ഏറുകൊണ്ടിട്ട്. അപ്പം ആനൊന്നിങ്ങനെ പൊന്തിച്ചൊന്നിങ്ങനെ നോക്കി, പല പിന്നാലെ കൂടിയപ്പോഴേക്കാണ് ഒരു ഓടി രക്ഷപ്പെട്ട്. പക്ഷേ ആ കണ്ട കാഴ്ചല്ലേ, ആ കാഴ്ച ആന അവിടെ ശരിക്ക് ഹൃദയത്തിൽ സൂക്ഷിച്ചു. പിന്നെ 2 വർഷം കഴിഞ്ഞ് ആനൊക്കെ മറന്നിട്ടുണ്ടാവുന്ന പോലെ കരുതി, അല്ലെങ്കിൽ ആ ആന മരിച്ചിട്ടുണ്ടാവും. 2 വർഷം കഴിഞ്ഞ് ആ ടീം അങ്ങനെ പോകുമ്പോൾ ഇതേ ടീമാണ് കുറച്ചുകൂടി ആൾ തോന്നുന്നുണ്ട്. ആന അവരാട്ടി. ആട്ടിയപ്പോൾ അവരെ കുറേ ആൾക്കാർ മരത്തുമ്മ കയറി, കുറേ ആൾക്കാർ വേറെയൊക്കെ പോയി ഒളിച്ചു. ആനങ്ങനെ ഇയാളെ മാത്രം ലക്ഷ്യമാക്കി പോകുമ്പോൾ അയാളെക്കായാലും ചെറിയ മരത്തിൻ്റെ മുകളിൽ അപ്പുറത്തുപ്പുറത്ത് ആളുണ്ട്, ഓലൊന്നും ചെയ്തില്ല. ഇയാളെ മാത്രം പോയി ആന പിടിച്ചൊരുക്കിട്ട് 4 തട്ടെടുത്ത് റെഡിയാക്കി. വേറെ മറ്റൊന്നും ചെയ്തില്ല. മറ്റുള്ള ആൾക്കാരൊക്കെ ഇയാളെ പിടിക്കുന്നതിനേക്കാളും വേഗം കിട്ടും, വേഗം നശിപ്പിക്കാനും കഴിയും. അത് അത്രയും അടുത്തുള്ളവരാണ്. അവരൊന്നും ചെയ്തില്ല. അതിലൊരാൾ പറഞ്ഞു, ഞാൻ ആന പോകും, പുറത്തെ കുറ്റിക്കാട്ടിൽ ആന പോകുന്ന സൗണ്ടൊക്കെ കേട്ട് ഞാൻ ആന എങ്ങനെ നോക്കുന്നുണ്ട്, ആന എന്നെ നോക്കിയില്ല, ആന നേരെ പോകുക. അത് ആ ജീവിക്കുള്ള ഒരു പകയാണ്. എന്നാൽ അതൊരു ജീവൻ ഉണ്ട് എന്നതിൻ്റെ ലക്ഷണമല്ലേ? നരകത്തിനും അങ്ങനെ ഒരു പ്രതികരണ ശേഷിയുണ്ട്. തകാദു തമയ്യസു മിനൽ ഗൈൽ. ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നു, ഉണ്ട്, നരകത്തിനും ഉണ്ട് ഒരു ജീവനും ഒരു ബോധവും ഒരു പ്രതികരണ ശേഷിയും. അങ്ങനെയാണ് അത് പ്രതികരിക്കുക. അങ്ങനെ വരുന്ന ആൾക്കാരെ അങ്ങനെ ശിക്ഷ കൊടുത്ത് പ്രതികരിക്കുന്ന ഒരു ലോകമാണ് നരകം. അത് ചെറുതല്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ കാണുന്ന ചരാചരങ്ങളിലൊക്കെ അള്ളാഹു തആല പ്രതികരണത്തിന്റെ ഒരു ശൈലിയും ഒരു ശബ്ദവും ഒരു ഭാഷയും കൊടുത്തിട്ടുണ്ട്.
ബഹുമാനപ്പെട്ട ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ കൂടെ ഒരു യുദ്ധത്തിന് പോകുന്ന സമയത്താണ് കടുത്ത ദാഹം വന്നു മഹാനവറുകൾക്ക്. മഹാനവറുകൾ തങ്ങളോട് പറഞ്ഞു, നബിയെ, എനിക്ക് വെള്ളത്തിന് വല്ലാതെ ദാഹിക്കുന്നുണ്ട്. അപ്പൊ തങ്ങൾ പറഞ്ഞു, ജാഫറെ, ദാ കാണുന്ന മല, ആ മലയുടെ അടുത്ത് പോയിട്ട് എൻ്റെ ഒരു സലാം പറയണം. എന്നിട്ട് മലയോട് നീ പറയണം, യുസ്തീക ഇൻ കാന ഫീഹി മാ, വെള്ളമുണ്ടെങ്കിൽ നിനക്ക് തരാൻ വേണ്ടി പറയണം, ഒഴുക്കി തരാൻ വേണ്ടി. ജാഫർ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് അസ്സലാമു അലൈക അയ്യുഹൽ ജബൽ, ആ പർവ്വതത്തിന് തങ്ങളെ ഒരു സലാം പറഞ്ഞു. അപ്പോൾ പർവ്വതം പ്രതികരിച്ചു. ഫസീഹായ ഭാഷയിൽ, സ്ഫുടമായ ശൈലിയിൽ പറഞ്ഞു, ലബ്ബൈക യാ റസൂല റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞയച്ച ദൂതരെ, നിങ്ങൾക്കിതാ ഞാൻ ഉത്തരം ചെയ്യുന്നു. എനിക്ക് വെള്ളം തരാൻ വേണ്ടിയാണ് എന്നെ പറഞ്ഞയച്ചത്, വെള്ളം തരൂ. പർവ്വതം പറഞ്ഞു, ബല്ലിഗ് സലാമി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിന്റെ റസൂലിന് എൻ്റെ ഒരു സലാം കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ പറയണം, മുൻദു സമിഅതു ഖൗലഹു തആല ഫത്തഖുൻ നാറല്ലതി വഖൂദുഹന്നാസു വൽ ഹിജാറ. ഖുർആനിൽ ഒരു ആയത്തുണ്ടല്ലോ, നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാണ്. ആ ആയത്ത് കേട്ടത് മുതൽക്ക് ബക്കൈതു, ഞാൻ കരയാൻ തുടങ്ങി. പർവ്വതം പറയാണ്, എന്തിനാ കരയുന്നത്? ലിഖൗഫി അൻ അകൂന മിനൽ ഹിജാറത്തില്ലതി ഹിയ വഖൂദുന്നാർ, നരകത്തിൽ കത്തിക്കാനുള്ള കല്ല് ഞാൻ ഈ ചുമന്നിരിക്കുന്ന മലയിൽ ഉള്ള കല്ലാകുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ കരയുകയാണ്. കരഞ്ഞ് 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 ഹത്താ ബിഹൈസു ലം യബ്ഖ ഫിയ മാ, ഒരു തുള്ളി വെള്ളം പോലും ഇപ്പം എൻ്റെ ഉള്ളിലില്ല. ഞാൻ കരഞ്ഞിട്ട് വെള്ളങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് എന്ന് എൻ്റെ ഒരു സലാം പറഞ്ഞിട്ട് നീ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണം. പർവ്വതം ഇങ്ങനൊന്ന് പ്രതികരിച്ചെങ്കിൽ അതിനും ഉണ്ട് ഒരു ശുഊർ, ഒരു ബോധം, ഒരു ഹയാത്ത്. അള്ളാഹുവിൻ്റെ പടപ്പുകൾക്കൊക്കെ അള്ളാഹു അങ്ങനെ നൽകിയിട്ടുണ്ട്. അപ്പൊ അതിൽ വലിയ സൃഷ്ടിയാണ് നരകം. നരകം പ്രതികരിക്കും. തക്കാദു തമയ്യസു മിനൽ ഗൈൽ, വിണ്ടുകീറാൻ, പൊട്ടിക്കീറാൻ, വേറിട്ട് പോകാൻ അടുത്താകുന്ന രൂപത്തിൽ അതിൻ്റെ ദേഷ്യം അത് പുറത്തേക്ക് പ്രതിഫലിപ്പിക്കും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ബാക്കി ഇൻഷാ അല്ലാഹ് നരകത്തിലേക്ക് കടക്കുന്ന ആളുകളോട് മലക്കുകൾ പറയുന്ന ഭാഷയും പ്രതികരണമൊക്കെ ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ وهو العزيز الغفور. الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير. وللذين كفروا بربهم عذاب جهنم وبئس المصير. إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير. صدق الله العظيم.